2 കാപ്പി 1 മസാല ദോശ. നിനക്കൊന്നും വേണ്ടേ? വേണ്ട. എടാ അത് കണ്ടോ, ഒറ്റയടിക്ക് നോക്കല്ലേ. നമ്മുടെ കൊഴിയാമ്പറമ്പിലെ കൊച്ചല്ലേ അത്? ആ കൂടെയുള്ള ചെക്കനേതാ? ഇതിന്റെ ഒന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അത് പോട്ടെ, നീ ടൗണിലുണ്ടായിരുന്നോ? എന്തുവാ പറയാൻ വന്നേ? ദോശ വരട്ടെ. ഓ, ഇവിടുത്തെ നല്ല ദോശയാണല്ലേ? അത് പറയാനാണോ നീ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? അല്ല അമ്മേ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല. ഉദാഹരണത്തിന് ഈ വട, ഇത് മസാല ദോശയുടെ കൂടെ നമ്മൾ ചോദിച്ചിട്ട് വന്നതല്ല. പക്ഷേ അത് അമ്മ ഒന്നും പറയാതെ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ചില സങ്കടങ്ങളും അങ്ങനെയാണ് അമ്മ. ഈ വട പോലെ വന്നു കയറും, നമ്മളത് ഉൾക്കൊണ്ട് ജീവിക്കണം. നീ എന്തുവാടാ ഈ പറയുന്നേ? അമ്മേ, ഒരു MBA കാരൻ പയ്യനുണ്ട്, നല്ല സ്വഭാവം, ടൗണിൽ സ്റ്റുഡിയോ നടത്തുവാണ്. നമ്മുടെ മീരയ്ക്ക് വേണ്ടി ആലോചിച്ചല്ലോ. അതാണോ കാര്യം? അപ്പൊ നിനക്ക് ഇത്രയൊക്കെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നോടാ? പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. പയ്യൻ ക്രിസ്ത്യാനിയാ, പ്രേമത്തിലാണ്. പ്രേമോ? നീ എന്താണ് ഈ പറയുന്നേ? ഇരിക്കമ്മേ, നാട്ടുകാർ ബാളം വിചാരിക്കില്ല. പ്ലീസ് ഇരിക്കേ. കൊല്ലും ഞാൻ അവളെ. അവളുടെ ഒരു ടൂർ ഇന്ന് വരട്ടെ അവള്. അമ്മ ഒന്ന് അടങ്ങമ്മ, ഞാൻ പറയട്ടെ. നീ ഒരു കോപ്പം പറയണ്ട. ആ യന്ത്രാണി ഞാൻ കൊന്നു കുഴിച്ചുണ്ട്. അവനാകെ ഒരു കുറവുള്ളൂ, നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. അമ്മ ഒന്ന് ഓർത്ത് നോക്കി, നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? ആ ജോസ്റ്റാനല്ലേ എല്ലാത്തിനും ഉള്ളത്. അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. ഇത്രയും നാൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ. എന്തായാലും നമ്മുടെ കൊച്ചല്ലമ്മേ. എന്നാലും കുടുംബക്കാരൻ പോവാൻ പറയാതെ. ഞാൻ ജോസ്റ്റാനും കുറച്ചു നേരം മുമ്പ് അവനെ പോയി കണ്ടായിരുന്നു. നല്ല പയ്യനാണമ്മേ, അവളെ പൊന്നുപോലെ നോക്കിക്കോളൂ. എന്റെ പാലും ചുഴിയമ്മേ, എനിക്കൊന്നും അറിയില്ല. നീ തന്നെ തീരുമാനിക്ക. ഹലോ, എടാ പുള്ളി എവിടെ പോയി കിടക്കാണ്? ഉച്ചക്ക് 1:30 തൊട്ട് നിൽക്കുക. ഇപ്പൊ എങ്ങാനും വരോ? ഇവിടെ ലൈറ്റൊക്കെ പോയി തുടങ്ങി. നീ പോകുന്നില്ലല്ലേ? ഇന്ന് ബുദ്ധപൗർണമിയായിട്ട്. ബുദ്ധപൗർണമി നോർത്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആയിരുന്നു, കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് മാറ്റി. അതൊക്കെ എനിക്കറിയാം. അതിങ്ങോട്ട് മാറ്റിയോ? ഇല്ല. എടി, പ്രിൻസിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഡേറ്റ് വല്ല അനൗൺസ് ചെയ്ത എക്സാമിന്റെ? ഏയ് ഇല്ല. ഇനി ഇതൊക്കെ തന്നെയായിരിക്കും ഇവിടെ കേൾക്കേണ്ടി വരുന്നത്. നിങ്ങളിത് എവിടെ പോയിരിക്കായിരുന്നു? എന്തോ അമ്മയ്ക്ക് പോയി പഠിക്കടി. പഠിക്കാനൊന്നുമില്ലേ? അമ്മ എന്തിനാ വെറുതെ അവളോട് ചാടി കയറുന്നത്? ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞ് വന്നിട്ട് എന്റെ മുഖത്ത് പോലും നോക്കിയില്ലല്ലോ. ഗിഫ്റ്റ്. നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോയിരിക്കായിരുന്നു? നീ ചോദിച്ച സാധനം. ചക്കര ചേച്ചി, ഞാൻ ഇതിട്ടിട്ട് വരാവേ. ഭയങ്കര സീരിയസ് ആണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ഞാനില്ലാത്ത ഇത്രയും ദിവസം? താങ്ക്സ്. ഞാൻ അമ്മയായിട്ട് സംസാരിച്ചു. ആദ്യം പ്രശ്നമായിരുന്നു, പിന്നെ ഒരു ഇത് ഓക്കെ. നമുക്കിനി വച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല. ശരിടാ. ഹലോ ഹലോ. മനുഷ്യേട്ടാ, ജോസ്റ്റാൻ എന്തിനാ എന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്? അതെ എനിക്ക് അല്ല, ഫോൺ
ഒരു അത്യാവശ്യം എവിടെ ആ അതെ 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 ആ ഞാൻ പറഞ്ഞതേ ആ റൂട്ടിലത് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ നമുക്കത് ആ നോക്കുന്നുണ്ട് അല്ല നോക്കാം അതെ നമുക്കൊന്നുകൂടെ അവനെ കാണണം ഞാൻ തൽക്കാലം മീരയുടെ അടുത്തൊന്നും പറഞ്ഞില്ല കേട്ടോ. എടാ നമുക്ക് നാളെ കഴിഞ്ഞ് പോവാം. ശരി.